ഇയാൾക്കൊട്ട് തിരിച്ച് പറയാനും കഴിയില്ല, കാരണം ഇയാൾ ബോസാണ്. അതെ, എൻ്റെ അടുത്ത് കാശില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കയ്യിൽ എടുത്തു തരാനില്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഗ്യാപ്സ്, വലിയ വലിയ ഗ്യാപ്സിലോട്ട് പോകും. ഈ കൂടുതൽ അടുക്കുമ്പോഴാണ് വലിയ വലിയ ഗ്യാപ്സ് വരുന്നത്. പക്ഷേ ഇവരുടെ അടുക്കണ്ടെന്നല്ല പറയുന്നത്, ആ അടുക്കലിന് എപ്പോഴും അടുപ്പത്തിനൊരു ബോർഡർ ഉണ്ടായിരിക്കണം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. കഴിയുന്നതും പേഴ്സണൽ സ്പേസിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ നമ്മൾ കയറ്റാതെ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ സ്വകാര്യതയിലോട്ട്, നമ്മളുടെ പേഴ്സണൽ സ്പേസിലോട്ട് പരസ്പരം കയറാണ്ടിരിക്കുക എന്നുള്ളതൊരു കൾച്ചറാക്കി മാറ്റണം. ആ കൾച്ചറാക്കി മാറ്റിക്കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത് ജോബിനെ കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും വലിയ മറ്റ് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിരിക്കും അവിടെ ചർച്ചകൾ വരുന്നത്. പേഴ്സണൽ സ്പേസിൽ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നമ്മൾക്കറിയാം അയാൾ ഇന്ന തരത്തിൽ വീക്കാണ്. ഒരാളുടെ വീക്ക്നെസ് പറയാന്ന് പറയുന്നത് അത് നമ്മളുടെ ക്രെഡിബിലിറ്റി സ്പേസിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത് കിട്ടും. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ എടാ പോടാ എന്ന ഒരു ബന്ധത്തിലോട്ട് മാറും. അങ്ങനെ വരുന്ന സമയത്ത് നാളെ ഒരു കാര്യം ഡിമാൻഡ് ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ സമയത്ത് ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതെ, ഇനി അത് വെച്ചിട്ടൊന്നും ഡിമാൻഡ് ചെയ്താലോ, അയാൾ എന്നോട് അത് ചെയ്തല്ലോ, എന്നോട് ഇത് പറഞ്ഞല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതായത് എനിക്ക് അധികം അറിയാത്ത ഒരാളെ പോയിട്ട്, ഞാനൊരു എംപ്ലോയിനെ പോയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറെ പോയിട്ട് ഞാൻ വഴക്ക് പറയണം. മേ ബി ഒരു അടിപിടിയൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സ്ക്രീമിംഗ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു. പക്ഷേ അടുത്ത ആളുകൾ, പരസ്പരം അടുത്തിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം കിട്ടിയാൽ മതി, അത് വലിയ പെയിനായിട്ട് മാറും. നമ്മളെ ഉപദ്രവിക്കാൻ കഴിയുന്നത് ആർക്കാണ്? നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്ര കണ്ട് കൂടുതൽ കൊടുക്കുന്നു അത്ര കണ്ട് നമുക്ക് അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനും കഴിയും. എക്സാക്ട്ലി. കാരണം അല്ല, എത്ര ഉള്ളിൽ കയറ്റുന്നു അത്ര കണ്ട് എന്താണ് അത് പറിച്ചെടുക്കാൻ പ്രയാസം. ഇത് കണ്ടറിഞ്ഞ് നമ്മൾ ഒരു മുള്ള് പുറത്തെ കുത്തിയില്ല അത്ര വേദന ഉണ്ടാവും. എത്ര ഉള്ളിലേക്ക് ഇറങ്ങുന്നു അത്ര തന്നെ തിരിച്ചെടുക്കാനും പ്രയാസം. യെസ്, നമ്മൾ തോളത്ത് കൈയിടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലോട്ട് അവർ കയറ്റുക എന്നുള്ളതാണ്. എല്ലാവർക്കും പെട്ടെന്ന് കൺവിൻസ് ആവില്ല കേട്ടോ. നമ്മൾ എങ്ങനെ പറയുമ്പോഴും ഈ ഒരു ഇങ്ങനെ ചെയ്യരുത്, അത് കൺവിൻസ് ആവാത്തതുകൊണ്ടല്ല ഹനീഫിക്ക, നിവർത്തികേട് കൊണ്ടാണ്. കാരണം ചില ആളുകൾ ബിസിനസ് ചെയ്യുന്ന അങ്ങനെയാണ്, അവരതേ ശീലിച്ചിട്ടുള്ളൂ. അവർക്ക് അങ്ങനെ ഡിപ്പെൻഡബിലിറ്റിയോടുകൂടി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ആസ്പിറേഷൻ, എൻ്റെ ബിസിനസ് ഇങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ള ആസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടീവുള്ള ഒരാൾക്ക് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അല്ല, അവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും, അവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക്, ആ ലക്ഷ്യമില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഇങ്ങനെ പോയാൽ മതിയല്ലോ, പിന്നെ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നത് ബിസിനസ് നിങ്ങൾ ഗ്രോ ചെയ്യാൻ, നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ ഈ പറയുന്നതെല്ലാം റെലവൻ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരും തെറ്റ് ശരി എന്നുള്ളതല്ല, പക്ഷേ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ കൾച്ചർ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാവരും നമ്മളെ കണ്ടോളണം എന്നില്ല, അത് നമ്മളുടെ തെറ്റായിട്ടുള്ള ധാരണ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവരൊക്കെ കാണുന്നത് ഇങ്ങനെയെന്നൊക്കെ ഒരു ചിത്രം നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ചിത്രം ആരും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ നമ്മളെ കാണുന്നേ ഉള്ളൂ. അതെ, ഈ ചിത്രം ആരും കാണുന്നില്ല, ഒരാളും കാണുന്നില്ല. അതെ, നമ്മൾ കാണുന്ന പോലെ ആവണമെന്നില്ല അവർ കാണുന്നത്. ഇവിടെയൊക്കെയാണ് പിന്നെ ഈ പൈസ കടം വാങ്ങുന്നത്, ലേറ്റായിട്ട് വരുമ്പോൾ അത് പറഞ്ഞ് ശരിയാക്കി സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് എല്ലാം ഒരു അൺഎത്തിക്കൽ രീതികളിലോട്ട് പോകും. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ സൗഹൃദമൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രൊഫഷണൽ റെസ്പെക്റ്റിലായിരിക്കണം. അതിനിപ്പോൾ പൊറോട്ട അടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ബ്യൂട്ടിഫുള്ളി അടിക്കുന്നുണ്ടെങ്കിൽ അയാൾ റെസ്പെക്ട് ചെയ്യണം. അയാളുടെ ജോലി അയാൾ ബ്യൂട്ടിഫുള്ളി ചെയ്യുന്നില്ലേ? അതെ, നിലം അടിച്ചു വരുന്ന ഒരാൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടാസ്കിന് നമുക്ക് അയാളെ റിലൈ ചെയ്യാം. അതെ, റിലയബിലിറ്റിയിലായിരിക്കണം നമ്മൾ ഈ റെസ്പെക്ട് കൊണ്ടുവരേണ്ടത്. അതിന് നമ്മൾക്ക് ആ റെസ്പെക്ട് കൊടുത്തേ പറ്റൂ. അതിൽ നിന്നായിരിക്കണം ഈ സ്നേഹബന്ധങ്ങൾ വരേണ്ടത്. അത് ബ്യൂട്ടിഫുൾ ആവും, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അവരെ. അപ്പോൾ നമ്മൾ ബിസിനസ് റിലേഷൻസ് എന്ന രീതിയിൽ തന്നെ കൂടെയുള്ള ടീമിനെ കാണണം. എന്നാൽ അവരുടെ പ്രോബ്ലംസ് അറിയണം, അല്ലെങ്കിൽ അവർക്ക് ഗോളുകൾ ഇല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം.
ആ ഗോളിലേക്ക് എത്താൻ ഇവിടെ കമ്പനി അവരുടെ സ്വപ്നം, ഉം. ഈ കമ്പനിയുടെ സ്വപ്നം വഴി അവർക്ക് എത്താനുള്ള മാർഗങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്യണം. നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഗോൾ നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിനെയും വെറുക്കും. മൊത്തത്തിലേക്ക് വെറുക്കും. മറ്റേതാകുമ്പോൾ ഈ ഹയറാർക്കിയിൽ വരുമ്പോൾ ഇപ്പൊ ഒരു മാനേജർ നോ പറഞ്ഞു, സ്ഥാപനത്തിനെ വെറുക്കില്ല. അതായത് ആ ദേഷ്യം പരമാവധി വരുന്ന ആ മാനേജറോട്. അതെ, കാരണം അതിന്റെ മുകളിൽ ആളുകളുണ്ട്, അതിന്റെ മുകളിൽ ആളുകളുണ്ട് എന്നുള്ള വിചാരിക്കും. ധാരണയില് നമ്മൾ ഓണേഴ്സ്